കർത്താവിൻ്റെ വലുതും വിശാലവുമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും വന്ദനം. മതമോ ജാതിയോ വർണ്ണവർഗാദികളോ ധനസ്ഥിതിയോ നോക്കാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ പവർ വിഷൻ കുടുംബത്തിൽ നിന്ന് വന്ദനം. അചഞ്ചല സ്നേഹത്തിൻ്റെ അത്ഭുതമെന്ന ഒരു ധ്യാന ചിന്തയാണ് ഇന്ന് നാം പങ്കുവയ്ക്കാൻ പോകുന്നത്. അത് 17-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ്. അങ്ങയെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് വലം കൈയാൽ രക്ഷിക്കുന്ന യഹോവയെ അങ്ങയുടെ അത്ഭുത കാരുണ്യം കാണിക്കണമേ എന്നാണ് നമ്മൾ സാധാരണ വായിക്കുന്ന തർജ്ജിമയിൽ ഉള്ളത്. എന്നാൽ ലളിതമായ ലേറ്റസ്റ്റ് വേർഷൻ വായിക്കട്ടെ. അവിടുത്തെ അചഞ്ചല സ്നേഹത്തിൻ്റെ അത്ഭുതം എനിക്ക് വെളിപ്പെടുത്തണമേ. അങ്ങയിൽ അഭയം തേടുന്നവരെ അവിടുത്തെ വലം കൈയാൽ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണമേ. അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൻ്റെ അത്ഭുതം എനിക്ക് വെളിപ്പെടുത്തണമേ. അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൻ്റെ അത്ഭുതം. ദൈവത്തിൻ്റെ സ്നേഹം എലാസ്റ്റിക് പോലെ വലിച്ചാ നീളുന്നതല്ല, കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറുന്നതല്ല, നമ്മുടെ സ്നേഹമോ സ്വഭാവമോ നോക്കിയിട്ടുള്ളതും അല്ല. നാം അവിശ്വസ്തരായിരിക്കുമ്പോൾ തന്നെ അവൻ വിശ്വസ്തനായി പാർക്കുന്നു. സ്തോത്രം. ഈ വാക്യം ഇംഗ്ലീഷിൽ ഞാൻ നോക്കിയപ്പോൾ, ഷോ മീ ദ വണ്ടേഴ്സ് ഓഫ് യുവർ ഗ്രേറ്റ് ലവ് ബൈ യൂസിങ് യുവർ ഗ്രേറ്റ് പവർ. നിന്റെ അത്യന്തമായ ശക്തി ഉപയോഗിച്ച് നിന്റെ അചഞ്ചല സ്നേഹത്തിൻ്റെ മഹാത്ഭുതം എനിക്ക് കാണിച്ചു തരണം. അതായത് ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലമാണ് എന്ന് മാത്രമല്ല, ആ സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ട സ്നേഹമാണ്. ആ സ്നേഹം അത്ഭുതം ചെയ്യുന്ന സ്നേഹമാണ്. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കാൽവറി ക്രൂശിലേക്ക് നോക്കണം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. അത് പ്രദർശിപ്പിക്കപ്പെട്ട സ്നേഹമാണ്. അത് അചഞ്ചലമായ സ്നേഹമാണ്. അത് അത്ഭുതം പ്രവർത്തിക്കുന്ന സ്നേഹമാണ്. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തിൻ്റെ അത്ഭുതമല്ലേ ബേത്ലഹേമിൽ കാണുന്നത്. ഒരു സ്ത്രീ പുരുഷൻ്റെ സാന്നിധ്യമില്ലാതെ ഗർഭവതിയാകുന്നതിനേക്കാൾ വലിയ അത്ഭുതം എന്താണ്? ഈശ്വരൻ മനുഷ്യനായ അത്ഭുതം. സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്ത സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ സൃഷ്ടാവായ മഹാദൈവം, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥൻ, അവനൊരു സ്ത്രീയുടെ കൊച്ചു ഗർഭപാത്രത്തിൽ ഒതുങ്ങിയത് എന്തൊരു അത്ഭുതമാണ്. ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നിന്റെ അചഞ്ചല സ്നേഹത്തിൻ്റെ മഹാത്ഭുതം നിന്റെ ശക്തിയിലൂടെ എന്നെ കാണിച്ചു തരണമേ. ദൈവസ്നേഹം അത്ഭുതം പ്രവർത്തിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ അത്ഭുതമാണ് താങ്കൾ ഇപ്പോൾ അനുഭവിക്കുന്ന സകല നന്മകളും, സകല കരുതലുകളും, സകല അംഗീകാരങ്ങളും. ദൈവം നമ്മെ അത്ഭുതകരമായി സൃഷ്ടിച്ചു, അത്ഭുതകരമായി രക്ഷിച്ചു, അത്ഭുതകരമായി പരിപാലിക്കുന്നു. ദൈവമേ, നിന്റെ അചഞ്ചല സ്നേഹത്തിൻ്റെ മഹാത്ഭുതം എനിക്ക് ഒന്നുകൂടെ കാണിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ അത്ഭുതം ബേത്ലഹേമിൽ നാം കാണുന്നു. ആ അത്ഭുതം ക്രിസ്തുവിൻ്റെ ജീവിതയാത്രയിൽ മുഴുവൻ നാം കാണുന്നു. ആ അത്ഭുതം ക്രൂശിൽ നാം കാണുന്നു. ആ അത്ഭുതം കല്ലറയിൽ നാം കാണുന്നു. പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആ അചഞ്ചല സ്നേഹത്തിൻ്റെ മഹാത്ഭുതം
വീണ്ടും വീണ്ടും കാണാനിട വരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.